ഇന്ത്യൻ ത്രില്ലർ സിനിമകളുടെ ഗണത്തിലെ എക്കാലത്തെയും ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമാണ് ദൃശ്യം. 2013 വലിയ ഹൈപ്പ് ഒന്നുമില്ലാതെ ഒരു സിമ്പിൾ ഫാമിലി ഡ്രാമ പോലെ ജീത്തു ജോസഫ് ഇറക്കിവിട്ട സിനിമ മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ചു കളഞ്ഞു. ദൃശ്യം റിലീസിംഗ് സമയത്ത് ഒരുപക്ഷെ ജീത്തു ജോസഫ് പോലും പ്രതീക്ഷിച്ചു കാണില്ല ഇന്ത്യൻ സിനിമയിലെ ത്രില്ലർ സിനിമകളുടെ തലതൊട്ടപ്പനായി ദൃശ്യം മാറുമെന്ന്. സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല, സിനിമയുടെ വാണിജ്യ വിജയം കൊണ്ടും ദൃശ്യം സൃഷ്ടിച്ചത് ഒരു വലിയ ബെഞ്ച് മാർക്ക് തന്നെയായിരുന്നു. മലയാളത്തിലെ ആദ്യ 50 കോടി ക്ലബിൽ രാജകീയമായ എൻട്രി നടത്തിയാണ് ദൃശ്യം അന്ന് കളം വിട്ടത്. അക്കാലത്ത് 62 കോടിയോളം കളക്ട് ചെയ്ത് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റുമായിരുന്നു ദൃശ്യം. എന്നാൽ ആ 62 കോടിയിൽ നിർത്താനായിരുന്നില്ല ജീത്തു ജോസഫിന്റെ പ്ലാൻ. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റേറ്റിലും ഓഡിയോ വീഡിയോ റിലീസിലും ചിത്രം റെക്കോർഡ് സൃഷ്ടിച്ചു. എന്നാൽ അവിടെയും തീരുന്നതായിരുന്നില്ല ദൃശ്യത്തിന്റെ പണക്കിലുക്കം. റെക്കോർഡ് തുകയ്ക്ക് ചിത്രത്തിന്റെ റീമേക്ക് റൈറ്റ്സ് വിറ്റുപോയി. അതും 1ഉം 2ഉം ഭാഷയിലേക്കല്ല, ഇന്ത്യ മുഴുവനും. ഇന്ത്യക്ക് പുറത്തും ദൃശ്യത്തിന്റെ റീമേക്ക് റൈറ്റ്സിനായി കമ്പനികൾ വരി നിന്നു. അന്നുവരെ ഒരു മലയാളം സിനിമയ്ക്കും അവകാശപ്പെടാനില്ലാത്ത വിപ്ലവകരമായ ബിസിനസ്സാണ് ദൃശ്യം നടത്തിയത്. കോവിഡ് സമയത്ത് ജീത്തു ജോസഫ് ദൃശ്യത്തിന്റെ 2ാം ഭാഗം റിലീസ് ചെയ്തു. OTT റിലീസ് ആയതിനാൽ തിയേറ്ററിൽ നിന്ന് കിട്ടേണ്ട കോടികളിൽ ചെറിയ കുറവ് വന്നെങ്കിലും റെക്കോർഡ് തുകയ്ക്കാണ് ആമസോൺ പ്രൈമിൽ ചിത്രം റിലീസായത്. ദൃശ്യം 1നോട് കിടപിടിക്കുന്ന രീതിയിൽ ദൃശ്യം 2ഉം വലിയ അഭിപ്രായം നേടി. ദൃശ്യം 2ഉം നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് റൈറ്റ്സ് വിറ്റുപോയി. ഇന്നിപ്പോൾ ദൃശ്യത്തിന്റെ 3ാം ഭാഗം തിയേറ്ററുകളിൽ തകർത്തോടുന്നു. 1നെയും 2നെയും അപേക്ഷിച്ച് ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങളാണെങ്കിലും ദൃശ്യം എന്ന ബ്രാൻഡ് നെയിമിൽ ജനങ്ങൾ അത്രയും വിശ്വാസം അർപ്പിച്ചിരുന്നു. അതുകൊണ്ട് ചിത്രത്തിന്റെ സമ്മിശ്ര പ്രതികരണമൊന്നും ചിത്രത്തിന് വിലങ്ങുതടിയായിട്ടില്ല. 100 കോടിയിലധികം നേടി ചിത്രം കുതിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ദിവസം വരെ 141 കോടിയോളം ചിത്രം നേടി. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഫിഗറുകളിൽ ഒന്നും ദൃശ്യം സീരീസിന്റെ സാമ്പത്തിക വിജയം നമുക്ക് ചുരുക്കാൻ സാധിക്കില്ല. നമുക്കറിയാവുന്നതിനേക്കാൾ എത്രയോ വലിയ പേരും പെരുമയുമാണ് ദൃശ്യം നേടിയെടുത്തത്. ദൃശ്യത്തിന്റെ യഥാർത്ഥ വലിപ്പം അറിയണമെങ്കിൽ വിശദമായ ഒരു വിലയിരുത്തൽ തന്നെ ആവശ്യമാണ്. യഥാർത്ഥത്തിൽ എത്രത്തോളം വലുതാണ് ദൃശ്യം ഫ്രാഞ്ചൈസ്? ആശീർവാദ് പ്രൊഡക്ഷൻസിനും ജീത്തു ജോസഫിനും ചിത്രം എത്രത്തോളം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിക്കൊടുത്തു? നമുക്ക് വിശദമായി തന്നെ ഒന്ന് നോക്കി വരാം. ആശീർവാദ് ഫിലിംസിനും അതിന്റെ അമരക്കാരനായ ആന്റണി പെരുമ്പാവൂരിനും ദൃശ്യം എന്ന ഒരൊറ്റ ഫ്രാഞ്ചൈസി നേടിക്കൊടുത്തത് മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സാമ്രാജ്യമാണ്. നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ വലിയൊരു തുകയാണ് വിവിധ ഭാഷകളിലെ റീമേക്ക് അവകാശങ്ങൾ, തിയേറ്റർ ലാഭം, OTT, സാറ്റലൈറ്റ് ബിസിനസ് എന്നിവയിലൂടെ ഈ നിർമ്മാണ കമ്പനി സ്വന്തമാക്കിയത്. ഇതിൽ ഏറ്റവും വലിയ തുക ലഭിച്ചത് വിവിധ ഭാഷകളിലെ റീമേക്ക് റൈറ്റ്സ് വഴിയാണ്. ഇന്ത്യൻ കോപ്പിറൈറ്റ് നിയമപ്രകാരം സിനിമയുടെ റീമേക്ക് അവകാശം പൂർണ്ണമായും നിർമ്മാതാവിനാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, ബോളിവുഡ് എന്നീ 4 പ്രധാന ഇൻഡസ്ട്രികളിലേക്ക് ദൃശ്യം 1ാം ഭാഗത്തിന്റെ റീമേക്ക് അവകാശം വിറ്റതിലൂടെ മാത്രം ആശീർവാദ് ഫിലിംസിന് ഏകദേശം 15.5 കോടി രൂപ ലഭിച്ചു. 1ാം ഭാഗത്തിന്റെ വൻ വിജയം കാരണം ദൃശ്യം 2ന്റെ ഹിന്ദി, തെലുങ്ക് റൈറ്റ്സ് ഇതിലും ഉയർന്ന തുകയ്ക്കാണ് വിറ്റുപോയത്, ഏകദേശം 20 മുതൽ 25 കോടി രൂപ വരെ. ഇതിനു പുറമെ ചൈനീസ് റീമേക്ക്, സിംഹള, ഇന്തോനേഷ്യൻ പതിപ്പുകൾ, കൂടാതെ ഇപ്പോൾ ചർച്ച നടക്കുന്ന കൊറിയൻ, ഹോളിവുഡ് റീമേക്കുകൾ എന്നിവയിൽ നിന്നും വലിയൊരു തുക റോയൽറ്റി ഇനത്തിൽ നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നുമുണ്ട്. ഒറിജിനൽ മലയാളം പതിപ്പുകളുടെ തിയേറ്റർ കളക്ഷൻ പരിശോധിച്ചാൽ ആശീർവാദ് ഫിലിംസ് നിർമ്മിച്ച് മാക്സ് ലാബ് വിതരണം ചെയ്ത 1ാം ഭാഗം വെറും 3.5 കോടി രൂപയ്ക്കാണ് നിർമ്മിച്ചത്. എന്നാൽ തിയേറ്ററുകളിൽ നിന്ന് 62 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ ഈ ചിത്രത്തിൽ നിന്ന് മാത്രം നിർമ്മാതാവിന് ലാഭമായി 20 കോടിക്ക് മുകളിൽ ലഭിക്കുകയുണ്ടായി. ഈ വർഷം റിലീസ് ചെയ്ത ദൃശ്യം 3ാം ഭാഗമാകട്ടെ പനോരമ സ്റ്റുഡിയോസ് വൻ തുകയ്ക്ക് ഇതിന്റെ ആഗോള റൈറ്റ്സ് വാങ്ങിയതിലൂടെ റിലീസിന് മുൻപ് തന്നെ വലിയ ലാഭമാണ് ആശീർവാദിന് സമ്മാനിച്ചത്. റിലീസ് ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം 117 കോടി രൂപയ്ക്ക് മുകളിൽ ആഗോള ഗ്രോസ് നേടുകയും ചെയ്തു. ഇനി തിയേറ്ററിന് പുറമെയുള്ള ബിസിനസ് നോക്കിയാൽ ദൃശ്യം 2ാം ഭാഗം കോവിഡ് സമയത്ത് തിയേറ്ററുകൾ ഒഴിവാക്കി നേരിട്ട് ആമസോൺ പ്രൈം വീഡിയോയ്ക്ക് നൽകിയപ്പോൾ ലഭിച്ചത് മലയാള സിനിമയിലെ അന്നത്തെ ഏറ്റവും വലിയ റെക്കോർഡ് തുകയായിരുന്നു. ഏകദേശം 25 മുതൽ 30 കോടി രൂപയ്ക്കാണ് ആമസോൺ ഇതിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത്. ഇതിനു പുറമെ 2 ഭാഗങ്ങളുടെയും സാറ്റലൈറ്റ്, ഓഡിയോ വീഡിയോ അവകാശങ്ങൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് വിറ്റതിലൂടെയും കോടികൾ ലഭിച്ചു. ചുരുക്കത്തിൽ ഒറിജിനൽ മലയാളം സിനിമകളുടെ തിയേറ്റർ ഷെയർ, റെക്കോർഡ് തുകയ്ക്കുള്ള OTT സാറ്റലൈറ്റ് റൈറ്റ്സ്, കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെയുള്ള 5ലധികം ഭാഷകളിലെ റീമേക്ക് അവകാശങ്ങൾ എന്നിവയെല്ലാം കൂടെ ചേർത്ത് ആശീർവാദ് ഫിലിംസ് ദൃശ്യം ബ്രാൻഡിൽ നിന്ന് മാത്രം ഇതുവരെ 250 കോടി മുതൽ 300 കോടി രൂപയ്ക്ക് മുകളിൽ അറ്റാദായം അഥവാ
നെറ്റ് പ്രോഫിറ്റ് സ്വന്തമാക്കിയിട്ടുണ്ടാകാം എന്നാണ് സിനിമാ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ നെറ്റ് പ്രോഫിറ്റ് എന്നാൽ എന്താണെന്ന് അറിയാമല്ലോ. ലളിതമായി പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ ഉണ്ടായ ആകെ വരുമാനത്തിൽ നിന്ന് എല്ലാ തരം ചെലവുകളും കുറച്ചതിനു ശേഷം ബാക്കി വരുന്ന യഥാർത്ഥ ലാഭത്തെയാണ് നെറ്റ് പ്രോഫിറ്റ് അഥവാ അറ്റാദായം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ശുദ്ധമായ ലാഭം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. സിനിമയുടെ കാര്യത്തിൽ ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു സിനിമ തിയേറ്ററുകളിൽ നിന്ന് 100 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ ഗ്രോസ് കളക്ഷൻ എന്ന് വിളിക്കും. എന്നാൽ ഈ 100 കോടി രൂപയും നിർമ്മാതാവിനുള്ളതല്ല. ഈ തുകയിൽ നിന്ന് ആദ്യം തിയേറ്ററുകളുടെ വിഹിതം, വിതരണക്കാരുടെ കമ്മീഷൻ, ലോക്കൽ ടാക്സുകൾ എന്നിവ കുറയ്ക്കും. അതിനുശേഷം ബാക്കി വരുന്ന തുകയാണ് നിർമ്മാതാവിന്റെ ഷെയർ. ആ തുകയിൽ നിന്നും സിനിമ നിർമ്മിക്കാൻ ഉണ്ടായ ആകെ ചെലവ്, അതായത് നടീനടന്മാരുടെ പ്രതിഫലം, പരസ്യ ചെലവ്, ഷൂട്ടിംഗ് ചെലവുകൾ എന്നിവ എല്ലാം കൂടെ കുറയ്ക്കുമ്പോൾ ഒടുവിൽ നിർമ്മാതാവിന്റെ കയ്യിൽ ഒരു തുക ബാക്കി വരും. ഈ തുകയാണ് ആ സിനിമയുടെ യഥാർത്ഥ വിജയമായി കണക്കാക്കുന്ന നെറ്റ് പ്രോഫിറ്റ്. ചുരുക്കത്തിൽ കയ്യിൽ നിന്ന് മുടക്കിയ പണവും മറ്റെല്ലാ ചെലവുകളും കഴിഞ്ഞ് പോക്കറ്റിൽ കൃത്യമായി വന്നു ചേരുന്ന ലാഭത്തെയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഏകദേശം തുക മാത്രമാണ്. യഥാർത്ഥ ഫിഗർ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ വരും. കാരണം റീമേക്ക് റൈറ്റ്സുകളിൽ ഒറ്റത്തവണയായി ലഭിക്കുന്ന വലിയ തുക മാത്രം ഉൾപ്പെടുത്തിയാണ് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. എന്നാൽ റീമേക്ക് സിനിമകളുടെ തിയേറ്റർ ലാഭത്തിൽ നിന്നും മറ്റ് സംപ്രേഷണങ്ങളിൽ നിന്നും ലഭിക്കുന്ന റോയൽറ്റി എമൗണ്ട് നമുക്ക് കൃത്യമായി കണക്കാക്കാൻ നിർവാഹമില്ല. കൂടാതെ അത് എവിടെ ചെന്ന് നിൽക്കുമെന്നും നമുക്ക് പറയാനാവില്ല. ചിത്രത്തിന്റെ റീമേക്ക് ഏതെങ്കിലും രീതിയിൽ പ്രദർശിപ്പിക്കുന്നിടത്തോളം കാലം ഈ റോയൽറ്റി എമൗണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇന്ത്യയിൽ 2012 കൊണ്ടുവന്ന പുതിയ കോപ്പിറൈറ്റ് ഭേദഗതി നിയമപ്രകാരം കഥാകൃത്തുക്കൾക്കും തിരക്കഥാകൃത്തുക്കൾക്കും റീമേക്ക് ബിസിനസ്സിൽ നിന്ന് റോയൽറ്റി ലഭിക്കാൻ അവകാശമുണ്ട്. അതായത് ആശീർവാദ് പ്രൊഡക്ഷൻസിന് മാത്രമല്ല, ജീത്തു ജോസഫിനും ഈ എമൗണ്ട് തുടർച്ചയായി ആയുഷ്കാലം കിട്ടിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല. ഇനി ഞെട്ടിക്കുന്ന മറ്റൊരു കണക്ക് കൂടി ഞാൻ പറയാം. ഒറിജിനൽ മലയാളം പതിപ്പും മറ്റ് ഇന്ത്യൻ ഭാഷകളിലെ റീമേക്കുകളും വിദേശ റീമേക്കുകളും ഉൾപ്പെടെ ദൃശ്യം എന്ന ജിത്തു ജോസഫിന്റെ ഒറ്റ കഥ ആഗോള സിനിമാ വിപണിയിൽ നിന്ന് ഇതുവരെ 2000 കോടിയിലധികം ബിസിനസ് നേടിക്കഴിഞ്ഞു. ദൃശ്യം 3 ഇതിൽ പൂർണ്ണമായി ഉൾപ്പെടുത്തിയിട്ടില്ല. ചിത്രം ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും ഒരൊറ്റ ഇന്ത്യൻ പ്രാദേശിക സിനിമയിൽ നിന്ന് തുടങ്ങി ഇത്രയും വലിയൊരു സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുത്ത മറ്റൊരു ഫ്രാഞ്ചൈസി ഇന്ത്യൻ സിനിമയിൽ വേറെയില്ല. ലോക സിനിമയിൽ പോലും വിരളമായിരിക്കും. അതാണ് ദൃശ്യത്തിന്റെ പവർ. ദൃശ്യം ഡാ. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്ത് തന്നെയായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.